ത്രില്ലർ സിനിമകൾ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. CBI ഡയറിക്കുറിപ്പും ദൃശ്യമൊക്കെ ഒരുപാട് ഹിറ്റായത് നമ്മുടെ ആ ആങ്സൈറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു മനോഭാവം കൊണ്ട് തന്നെയാണ്. വായിക്കാനും നമ്മൾ ത്രില്ലർ കഥകളാണ് ഇഷ്ടപ്പെടുക അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു പുസ്തകം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ പുസ്തകം. ആൽഫ 2 ലേഡീസ് ഹോസ്റ്റലിലെ ആത്മഹത്യകൾ. വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു പുസ്തകമാണിത്. നമ്മൾ വായിച്ചു തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ നമ്മുടെ ആ ഉദ്വേഗം നിലനിർത്താൻ ഈ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ലേഡീസ് ഹോസ്റ്റലിനെ ആസ്പദമാക്കി നടക്കുന്ന കൊലപാതകങ്ങൾ, ചിലത് ഹോസ്റ്റലിനകത്തും ചിലത് ഹോസ്റ്റലിന് പുറത്തും നടക്കുന്ന ആത്മഹത്യകളെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ, കൊലയാളിയെ തേടിയുള്ള അന്വേഷണമാണ് ഈ പുസ്തകത്തിൽ. അവസാന നിമിഷം വരെ കൊലയാളിയെ മറച്ചു പിടിക്കാൻ എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ കയ്യടിക്ക് അർഹമായ കാര്യം തന്നെയാണ്. സസ്പെൻസ് ഇടയ്ക്ക് വെച്ച് പൊളിഞ്ഞു പോയിട്ടില്ല. കൊലയാളിയെ നമുക്ക് മുൻകൂട്ടി ഊഹിക്കാൻ കഴിയുന്ന വിധത്തിലല്ല ഈ കഥയിലെ എഴുത്തു പോയിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് സസ്പെൻസ് അവസാനം വരെ നിലനിർത്തുന്ന രീതിയിൽ കഥ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഥാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ഋതുപർണ ആറാണ് കേട്ടോ. ഇദ്ദേഹം ത്രില്ലറുകൾ എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അത് എടുത്തു പറയേണ്ട കാരണം എന്താ വെച്ചാൽ ഈ മേഖലയിൽ എഴുത്തുകാരികൾ അധികമില്ല, എഴുത്തുകാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് സ്ത്രീകൾ മുന്നേറി വരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഋതുപർണ ഇത്തരത്തിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കഥകൾ എഴുതുന്ന ഒരു പ്രത്യേക എഴുത്തുകാരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒന്നിലധികം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഒന്നിലധികം കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എഴുത്തിൽ നമ്മളെ ഇങ്ങനെ ആങ്സൈറ്റിയോട് കൂടി കഥയുടെ അവസാനം വരെ കൊണ്ടെത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള എഴുത്തുകാരിയാണ് ഋതുപർണ. ഈ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ പുസ്തകത്തിലുള്ളത് ഒരുപാട് കൊലപാതക പരമ്പരകളാണ്. ആത്മഹത്യകളെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് കൊലപാതകങ്ങളാണ്. അതിൻ്റെ കാരണവും അതിൻ്റെ സസ്പെൻസും അവസാന നിമിഷത്തിൽ മാത്രമേ റിവീൽ ആവുന്നുള്ളൂ. 1-2 പേരെ നമ്മുടെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി അവസാനമാണ് അവരൊന്നും അല്ലാത്ത മറ്റൊരാളാണ് കൊലപാതകി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഈ പുസ്തകം തികച്ചും വർത്താണ്. ഇത്തരം കഥകൾ, അതായത് ഡിറ്റക്റ്റീവായിട്ടുള്ള കഥകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തികച്ചും മൂല്യമുള്ള ഒരു പുസ്തകമാണിത്. ഞാൻ മുഴുവനായും വായിച്ചു തീർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഈ പുസ്തകം എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടിയാണ് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത്. പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം. ആൽഫ 2 ലേഡീസ് ഹോസ്റ്റലിലെ ആത്മഹത്യകൾ. ഇത് എഴുതിയിരിക്കുന്നത് ഋതുപർണ ആറാണ്. ഋതുപർണ പബ്ലിക്കേഷൻസ് ആണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വില 300 രൂപയാണ്. ഇത് പുതിയ പുസ്തകമല്ല, ഇതെൻ്റെ കയ്യിൽ വന്നിട്ട് ഇപ്പോൾ 1 വർഷത്തിലധികം ആയിട്ടുണ്ട്. ഞാനിപ്പോഴാണ് ഇത് വായിക്കുന്നതെന്ന് മാത്രം. എനിക്കിത് വായിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് ഈ പുസ്തകം വായിക്കുന്നത്. പക്ഷേ വായിച്ചപ്പോൾ എനിക്കിത് വളരെ നല്ലൊരു പുസ്തകമായിട്ട് തന്നെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് കേട്ടോ എഴുത്തുകാരി ഋതുപർണ. ഇദ്ദേഹം എഴുതിയിട്ടുള്ള മറ്റു കഥകൾ ചിലതൊക്കെ സോഷ്യൽ മീഡിയയിലുണ്ട്, അതല്ലെങ്കിൽ തന്നെ ഋതുപർണ പബ്ലിക്കേഷൻസ് ആണ് ഇവർ എല്ലാ പുസ്തകങ്ങളും പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. ഇവരുടെ പബ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. എനിക്കിത് ഇവരുടെ പബ്ലിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് കിട്ടിയിട്ടുള്ള പുസ്തകമാണിത്. ഇതിൻ്റെ കൂടെ 3-4 പുസ്തകങ്ങളും കൂടെ ഒരു സെറ്റായിട്ട് ഓഫറായിട്ട് വന്നിട്ടുള്ള സമയത്താണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു പുസ്തകമാണ് ഇത്. ബാക്കിയുള്ള പുസ്തകങ്ങളൂടി വായിക്കണം. അതും കൂടി വായിച്ചിട്ട് ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് റിവ്യൂ തരുന്നതാണ്. ഈ പുസ്തകം നിങ്ങൾ എന്തായാലും വായിച്ച് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾ വായിച്ചിട്ടുള്ള പുസ്തകമാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതുപോലെ പുസ്തകങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഒക്കെ അറിയാനായിട്ട് കാത്തിരിക്കുക.